ഫോറിൻഡോ ദീപ്തി, പാലക്കാട് കിനാശ്ശേരിയുടെ സ്വന്തം ചിത്രകാരി. 2017 മുതൽ ചിത്രകലാരംഗത്ത് സജീവ സാന്നിധ്യം. ഇന്ത്യയിൽ വിവിധ സംസ്ഥാനങ്ങളിലായി 200-ലധികം ക്യാമ്പുകളും പ്രദർശനങ്ങളും, 15 ഇൻ്റർനാഷണൽ ആർട്ട് റെസിഡൻസി വർക്ക്ഷോപ്പുകൾ ക്യൂറേറ്റ് ചെയ്ത ഫോറിൻഡോ ദീപ്തി ARCOV19 വുമൺസ് വിങ്സ്, കൊൽക്കത്ത കേന്ദ്രീകരിച്ച് നാച്ചുറൽ ഓഫ് ക്യാൻവാസ് തുടങ്ങിയവയുടെ ക്യൂറേറ്റർ കൂടിയാണ്. ARCOV19 എന്ന പേരിൽ 14 ജില്ലകളിലും കോവിഡ് മഹാമാരിയുടെ അനുഭവകാല സന്ദേശം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 12 ജില്ലകളിൽ ARCOV ടീം ചിത്രപ്രദർശനം നടത്തി. ഒരു മടക്കയാത്രയ്ക്കുള്ള അവസാന വിളി. ഈ ചിത്രം കേവലം വർണ്ണങ്ങളുടെ വിന്യാസമല്ല, മറിച്ച് മനുഷ്യൻ്റെ വിവേകശൂന്യമായ പ്രവൃത്തികൾക്കെതിരെയുള്ള ഒരു സാംസ്കാരിക വിചാരണയാണ്. പ്രകൃതിയെ കീഴടക്കേണ്ട ഒന്നായി കാണുന്ന മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്താഗതി എങ്ങനെ നമ്മെ ഒരു വലിയ ശൂന്യതയിലേക്ക് നയിക്കുന്നു എന്ന് ഈ ക്യാൻവാസ് അടിവരയിടുന്നു. താഴെ വീണ് കിടക്കുന്ന പീഡിതയായ പ്രകൃതിയും മുകളിൽ ഉണങ്ങിയ മരക്കൊമ്പിൽ തൂങ്ങി നിൽക്കുന്ന ഭാവി തലമുറയും തമ്മിലുള്ള ദൂരം യഥാർത്ഥത്തിൽ നാം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോ പരിസ്ഥിതി വിനാശത്തിൻ്റെയും ആഴമാണ്. പ്രകൃതിയുടെ പച്ചപ്പ് നഷ്ടപ്പെടുമ്പോൾ മനുഷ്യൻ്റെ ഉള്ളിലെ മനുഷ്യത്വം കൂടിയാണ് മരവിക്കുന്നത് എന്നാണ് ഫോറിൻഡോ ദീപ്തി ഇവിടെ വരച്ചിടുന്നത്. ഒരു അന്ത്യവിധി ദിവസമല്ല, മറിച്ച് തിരുത്തലുകൾക്കായി ഇനിയും വൈകിയിട്ടില്ല എന്ന ഓർമ്മപ്പെടുത്തലാണ്. എങ്കിലും ആ കുട്ടിയുടെ കണ്ണുകളിലെ ഭീതി നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഞങ്ങൾക്കായി നിങ്ങൾ കരുതി വെച്ചത് ഈ തരിശുഭൂമിയും കരിഞ്ഞ ആകാശവും മാത്രമാണോ? ഈ ചിത്രം കാണുന്ന ഓരോരുത്തരും അതിനുത്തരം കരുതേണ്ടതല്ലേ? പ്രകൃതിയുടെ നിലവിളി സ്വന്തം ശ്വാസകോശത്തിലെ വിങ്ങലായി തിരിച്ചറിയുന്ന നിമിഷം മാത്രമേ ഈ ചിത്രത്തിൻ്റെ ലക്ഷ്യം പൂർത്തിയാവുകയുള്ളൂ. ഭൂമിയോടുള്ള നമ്മുടെ ഓരോ മുറിവേൽപ്പിക്കലും ആത്യന്തികമായി സ്വന്തം ആത്മഹത്യയിലേക്കുള്ള ചുവടുവയ്പ്പുകളാണെന്ന കഠിന സത്യം ഈ ചിത്രം ബോധ്യപ്പെടുത്തുന്നു.